ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ പരിശോധന ശബരിമലയിൽ നാളെയും തുടരും. ജസ്റ്റിസ് കെ.ടി. ശങ്കറിന് ഇന്ന് പരിശോധന പൂർത്തിയാക്കാനായില്ല. മറ്റന്നാൾ ആറന്മുള സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തും. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, എന്തായാലും പരിശോധന ഇവിടെ അവസാനിച്ചിട്ടില്ല. ഈ പരിശോധന ഇന്ന് പൂർത്തിയാക്കാനായില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാളെയും പരിശോധന തുടരും എന്നുള്ളതാണ്. എങ്ങനെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ഗോകുൽ? രാഖി, സാധാരണ ഇന്ന് പൂർത്തിയാകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു അന്വേഷണ സംഘത്തിനുൾപ്പെടെ. പക്ഷേ ശബരിമലയിലെ കണക്കെടുപ്പ് നടപടികൾ ഇന്നും പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ജസ്റ്റിസ് കെ.ടി. ശങ്കറിന്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ കൂടി പരിശോധന തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ സന്നിധാനത്ത് തുടരുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നത് 2 ദിവസം, അതായത് ഇന്നലെയും ഇന്നും കൊണ്ട് ശബരിമലയിലെ പരിശോധന പൂർത്തിയാക്കി ആറന്മുള സ്ട്രോങ് റൂമിൽ നാളെ പരിശോധന നടത്തുമെന്നായിരുന്നു. പക്ഷേ ഈ കണക്കുകൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ വന്ന കാലതാമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് പരിശോധന നടപടികൾ പൂർത്തിയാകാത്തത് മൂലമാണ് നാളെ കൂടി ശബരിമലയിലെ പരിശോധന തുടരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ ആറന്മുള ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കും. ഇന്ന് പ്രധാനമായിട്ടും ശബരിമലയിൽ അവിടെ അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ച് തിരികെ കൊണ്ടുവന്നിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളിന്മേലുള്ള പരിശോധന കാര്യങ്ങളാണ് ഇന്ന് നടക്കുകയുണ്ടായത്. ഇന്നലെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിച്ചിരുന്നു സന്നിധാനത്തെ. ഇന്നിപ്പോൾ ഈ സ്വർണ്ണപ്പാളി പരിശോധനയ്ക്കിടയിൽ തന്നെ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ പ്രതിനിധിയെയും അവിടെ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. അയാളും അവിടെ എത്തി ഈ പരിശോധന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അയാളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണ പോറ്റിയെയും ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ എഫ്ഐആർ ഇട്ട സാഹചര്യത്തിൽ പോറ്റി ഹാജരായിട്ടുണ്ടായിരുന്നില്ല. ബാക്കി സ്മാർട്ട് ക്രിയേഷൻ പ്രതിനിധിയോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദേവസ്വം മഹാസറിലെയും ദേവസ്വം രജിസ്ട്രറിലെയും ഒപ്പം അവിടെയുള്ള സ്വത്തുവകകളുടെയും കണക്കുകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെയാണ് പ്രധാനമായിട്ടും ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ പരിശോധിക്കുന്നത്. മുഴുവൻ അവിടെയുള്ള അമൂല്യ വസ്തുക്കളുടെയും കൃത്യമായിട്ടുള്ള കണക്കെടുപ്പ് വിദഗ്ധരുടെ നേതൃത്വത്തിൽ, വിദഗ്ധരുടെ സഹായത്തിൽ അദ്ദേഹം ശേഖരിക്കുകയും ചെയ്യുന്നുണ്ടാവും. ആറന്മുള ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിലാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മൂല്യമുള്ള പല വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പരിശോധനയും വളരെ നിർണായകമാകും. മറ്റന്നാൾ ആയിരിക്കും ആറന്മുളയിൽ പരിശോധന നടക്കുക. അതിനും കൂടെ ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട്, അദ്ദേഹത്തിന്റെ പരിശോധന കണ്ടെത്തലുകൾ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നുണ്ടാവുക. എന്തായാലും ജസ്റ്റിസ് കെ.ടി. ശങ്കറിന്റെ കണ്ടെത്തലുകൾ ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും സന്നിധാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പരിശോധനയ്ക്ക് സമാന്തരമായി തന്നെ SITയുടെ പരിശോധനയും സന്നിധാനത്ത് നടന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ ദേവസ്വം വിജിലൻസിന്റെ അവർ പിടിച്ചെടുത്തിട്ടുള്ള രേഖകൾ നിലവിൽ SIT ടീമും പരിശോധിക്കുന്നുണ്ട്. ദേവസ്വം ജീവനക്കാരിൽ നിന്ന് അതേ രേഖകൾ തന്നെ SIT ടീമും വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ പരിശോധന ശബരിമലയിൽ നാളെയും തുടരും. ജസ്റ്റിസ് കെ.ടി. ശങ്കറിന് ഇന്ന് പരിശോധന പൂർത്തിയാക്കാനായില്ല. മറ്റന്നാൾ ആറന്മുള സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തും. ഗൂഗിൾ രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.